എന്തോ ഈ എഴുതുന്ന ഞാൻ ഇന്ന് 75 ഡേയ്സ് ചലഞ്ച് ഹാർഡ് ചലഞ്ച്, അതായത് നമ്മൾ എന്ത് ചലഞ്ച്? ഹാർഡ് ചലഞ്ച് ഹാർഡ്. എന്തൊക്കെയായിരുന്നു? നമ്മൾ ഫസ്റ്റ് എടുത്തത് അതല്ലേ, അപ്പൊ അത് ചെയ്യാന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കും കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിനകത്ത് നമ്മുടെ ആ ഒരു കണ്ടീഷൻസ് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാര്യം അത് ഭയങ്കര ഹാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഹാർഡാണ് ഇത്. അതിനകത്ത് വരുന്നത് സ്ട്രിക്റ്റ് ആയിട്ട് അത് നമുക്ക് ഫോളോ ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ അത് ഈ ഹാർഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ളത് വുമൻസ് ആണ്, വുമൻസ് ഓൺലി ആണ്. അപ്പോൾ പല ആൾക്കാർക്ക് പല പ്രശ്നങ്ങളുള്ളവരുണ്ട്. ജോലിക്ക് പോകുന്നവരുണ്ട്, വീട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട്, കുട്ടികളെ നോക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടിക്കയറി അതിൻ്റെ അകത്തോട്ട് 75 ഡേയ്സ് ഹാർഡ് ചലഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും അത് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. പറ്റും. അതിന് ഈ 75 ഡേയ്സ് എന്ന് പറയുന്ന ചലഞ്ച് കറക്റ്റായിട്ട് സക്സസ്ഫുൾ ആക്കണമെങ്കിൽ നമ്മളിത് തീരുമാനിച്ച് ഒരു 2 ആഴ്ച മുമ്പേ നമ്മൾ പ്രിപ്പയർഡ് ആക്കണം. നമ്മളെ മൈൻഡിനെയും ബോഡിയെയും അത്രയ്ക്ക് പ്രിപ്പയർഡ് ആക്കി കൊണ്ടുവരണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ 7 മണിക്ക് എപ്പോഴും എഴുന്നേറ്റ് പ്രൊഫൈലുള്ള ഒരാൾ, ആ ആളുടെ അടുത്ത് നിന്നത് 5 മണിക്ക് എഴുന്നേക്കാനൊന്ന് പറഞ്ഞു നോക്കിയേ, ഒരു ദിവസം പറ്റത്തില്ല, ഫ്ലോപ്പായി പോകും. പിന്നെയുണ്ട് ഇതിൽ ഈ റൂളിൽ വരുന്ന 2 ടൈംസ് എക്സസൈസ് ആണ്. ഇപ്പോൾ ടൈം കിട്ടുന്ന സമയം അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ 45 മിനിറ്റ് ഒക്കെ നമ്മുടെ ഗ്രൂപ്പിൽ എക്സസൈസ് ചെയ്യുന്നവരാണ് മിക്കവരും. അപ്പോൾ അവർക്കൊക്കെ ഈ രാവിലെയും വൈകുന്നേരവും കറക്റ്റായിട്ട് ഇത് ചെയ്യണമെന്ന് പെട്ടെന്ന് നമ്മൾ സഡനായിട്ട് പറയുമ്പോൾ നടക്കില്ല. ഒരു 3-4 ദിവസം ഇത് കണ്ടിന്യൂ ചെയ്യും, പക്ഷേ ഇത് ഫ്ലോപ്പായി പോകും. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമേ അങ്ങ് മാറ്റിയേക്കാം. നമ്മുടേതായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള, അതായത് അവരെ ആരെയും സ്ട്രഗിൾ ചെയ്യിപ്പിക്കാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റൂള്, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അവർക്കും കുഴപ്പമില്ല, ഫോളോ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ട് അവർക്കും ജോയിൻ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അതാണ് എല്ലാവർക്കും ഇന്ന് വേണ്ടത്. അപ്പൊ ഞാൻ നമ്മുടെ ഈ ഒരു കണ്ടീഷൻ, അതായത് 75 ഹാർഡ് ചലഞ്ചിന്റെ ആ ഒരു കണ്ടീഷൻസ് പാടെ മാറ്റിക്കൊണ്ട് നമ്മുടേതായ രീതിയിൽ 5 മണിക്ക് എഴുന്നേക്കാന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പോകും. ആദ്യം അവിടെ തന്നെ പോകും. പേഴ്സണൽ മെസ്സേജിന്റെ ബഹളമായിരുന്നു ഞങ്ങളുടെ. അതാ പറഞ്ഞ, അതാ കണ്ട എത്രത്തോളം കറക്റ്റാ. നമ്മളൊരു 30 ഇത് പറ്റും. ഇത് നമ്മളൊരു 2 ആഴ്ചക്ക് മുമ്പേ നമ്മളിങ്ങനെ ബോഡിയെയും മൈൻഡിനെയും ഇങ്ങനെ പ്രിപ്പയർഡ് ചെയ്ത് കൊണ്ടുവന്ന് ഗ്രാജുവലി നമുക്ക് പതുക്കെ അതിലോട്ട് സ്റ്റെപ്പ് ചെയ്ത് വെച്ച് ഇപ്പോൾ 5 മണിക്ക് എഴുന്നേൽക്കാനായിട്ട് തയ്യാറാകുന്ന ഒരാൾ മിനിമം തലേ ദിവസം ഒരു 10 മണിക്കെങ്കിലും ഉറങ്ങണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വന്നാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. പറ്റില്ല, ഒരിക്കലും അത് സാധിക്കത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മിക്കവാറും എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ എഴുന്നേൽക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ശരി. പക്ഷെ അത് പറ്റത്തില്ല എന്നുള്ളത് എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ 2 ടൈം വർക്ക്ഔട്ട് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ഇത് ഫോളോ ചെയ്യാനാണെങ്കിലും, പക്ഷെ അതിനകത്ത് ചീറ്റ് മീൽ എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളിപ്പോ പുറത്തു പോകുന്ന ആൾക്കാർക്ക് ഒരിക്കലും അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഇന്നലെ എന്റെ സകല ഉറക്കവും കളഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അതെന്തായാലും ഈ ഒരു ഡയറ്റ് തൽക്കാലത്തേക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നമ്മളൊരു 30 ഡേയ്സ് അതിൽ നമ്മൾ ഇൻട്രസ്റ്റ് ലോസ് ആണ് മെയിൻ ആയിട്ട് അപ്പൊ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ വെയിറ്റ് ഫോക്കസ് ചെയ്യണ്ട. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വർക്കൗട്ട് 1 മണിക്കൂർ നടത്തുമെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വീഡിയോയിലൂടെ നിങ്ങൾക്ക് വീഡിയോയിൽ കമന്റ്സ് ഇട്ട് നിങ്ങൾക്ക് ചോദിക്കാം. എന്ത് ഡൗട്ട്സും ക്ലിയർ ചെയ്ത് നമ്മൾ വീഡിയോസ് ആക്കി തന്നെ പോകും. ഇതൊരു ട്രെയിനർ, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ട്രെയിനർ കൂടിയാണ്. ഇത്രയും ലേഡീസിനെ കൊണ്ടുപോകുന്ന നമ്മുടെ ഗ്രൂപ്പിലെ 1 and only ട്രെയിനർ കൂടിയാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം, ഓർഡർ എടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഇദ്ദേഹം കൂടിയാണ്. അപ്പൊ കാര്യങ്ങളെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട്, ഒരുപാട് നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് മടുപ്പുള്ള രീതിയിലല്ല. നമ്മുടെ സ്മൂത്തി കുടിക്കുന്നവർ 2 നേരം സ്മൂത്തി എടുത്ത് തന്നെ പോവുക. അല്ലാത്തവർ ഭക്ഷണങ്ങൾ ക്വാണ്ടിറ്റി കുറച്ച്, ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ 30 ഡേയ്സ് ചലഞ്ച് എപ്പോഴത്തേക്ക് തുടങ്ങാം? അപ്പോൾ എത്രയും പെട്ടെന്ന് അനൗൺസ് ചെയ്യാം. അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ അത് അത്രത്തോളം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇപ്പോൾ ഓക്കെയാണ്. കാരണം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാകുമ്പോൾ എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോ ഒരു 40 കിലോയ്ക്ക് മുകളിൽ കുറച്ച് വ്യക്തിയാണ്. എനിക്ക് ഇനി വേണ്ട എന്ന് വെച്ച് എല്ലാവരും വേണ്ടാന്ന് വെച്ച് നിർത്തിയെങ്കിൽ പിന്നെ എനിക്ക് എന്റെ ആഗ്രഹം എനിക്ക് ചെയ്യണമല്ലോ, എന്റെ കൂടെ ഉള്ളവരെ ചെയ്യിപ്പിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിന് വില്ലിംഗ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നമുക്കൊരു 30 ദിവസത്തെ ചലഞ്ച് എടുക്കാതാകുമ്പോൾ ആരും മടുക്കത്തുമില്ല, നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യാം. ആദ്യം ഫസ്റ്റ് വെയിറ്റ് നോക്കിയാൽ 30 ദിവസം കഴിയുമ്പോൾ മാത്രം. അപ്പൊ റൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. മിനിമം ഒരു 6 മണിക്കൊന്ന് എഴുന്നേക്കാൻ പ്രാക്ടീസ് ചെയ്യാം.
പിന്നെ വെള്ളം കുടിക്കുന്നത്, നമ്മുടെ ഡയറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ നോർമലായിട്ടുള്ള ഇപ്പോൾ ഉള്ള സിസ്റ്റം തന്നെ, വേറെ മാറ്റമൊന്നുമില്ല അതിൻ്റെ അകത്ത്. അപ്പോൾ ഇത് അനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ ആ മടിച്ച് നിൽക്കുന്നവർക്ക് ഒരു മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു എനർജി കിട്ടും. അപ്പൊ കാര്യങ്ങളെല്ലാം നമ്മുടെ 45 മിനിറ്റ് വർക്കൗട്ട്, അത് മിനിമം നല്ല രീതിയിൽ ഒരു ജോഗിങ് പോലെ എന്ന് ബോഡി സ്വെറ്റ് ആവുന്ന രീതിയിൽ. ഇപ്പൊ വെയിറ്റ് എല്ലാരും വെയിറ്റ് ഫോക്കസ് ചെയ്യണ്ട നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം, ഇഞ്ചസ് ലോസ്. അപ്പൊ ഒന്ന് ഇഞ്ചസ് അളന്ന് വെക്കാനായിട്ട് അങ്ങനെ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ. വെയിറ്റ് ചെക്ക് ചെയ്യേണ്ട ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് 30 ഡേയ്സ് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം. കാര്യം എന്താണെന്ന് പറയാം, ഒരാൾക്ക് എപ്പോഴും വെയിറ്റ് കുറയത്തില്ല. നമ്മൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് ഡയറ്റ് മടുക്കുന്നത്. അല്ലെ വെയിറ്റ് മെഷീനിൽ കയറി നിൽക്കുമ്പോഴത്തേക്ക് ഇന്ന് എന്റെ വെയിറ്റ് കുറഞ്ഞിട്ടില്ല, പിന്നെ നമ്മുടെ വെയിറ്റ് സ്റ്റക്ക് ആണ്, വെറുതെ ആണ്. നമ്മളൊരു എന്താ പറയാ, ഒരു വർഷമൊക്കെ കണ്ടിന്യൂസ് ഗ്രാജുവലി ചേഞ്ചസ് വരുത്തുള്ളൂ. ഡയറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന വെയിറ്റ് ഇപ്പം ഒരു വർഷമൊക്കെ കണ്ടിന്യൂസ് ആ ഒരു രീതിയിൽ ബോഡിയിൽ വ്യത്യാസവും കൂടി വരാതെ നിൽക്കുമ്പോഴത്തേക്ക്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഇമോഷൻ വരെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തെ എഫക്ട് ചെയ്യുന്നതാണ്. കുറവ് നമ്മൾ എത്ര സ്ട്രിക്റ്റ് ആയിട്ട് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ കറക്റ്റ് ഡയറ്റ് ആണ് ഞാൻ അത്, പക്ഷെ എന്റെ വെയിറ്റ് കുറയുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ഉറക്കക്കുറവ്, വർക്ക് സ്ട്രെസ്, ഫാമിലി ഇഷ്യൂസ്. അതെ, ഫാമിലി നമുക്ക് ചെറിയ ഉണ്ടാകുന്ന ആ ഒരു ഇതുപോലെ നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാക്കുകയാണ് അവിടെ. അതുപോലെ തന്നെ നമ്മുടെ മൂഡ് സ്വിങ്സ്, വെള്ളം കൂടി പ്രോപ്പർ ആയില്ലെങ്കിൽ 25 കിലോ ഉള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം എന്നുള്ളതാണ് കണക്ക്. അത് നമ്മുടെ ഉറക്കക്കുറവ്, കാര്യങ്ങൾ, വൈറ്റമിൻ ഡിയുടെ കുറവ്, ദൈനംദിന കാര്യങ്ങൾ പലതും നമ്മുടെ ഒരു വെയിറ്റ് ലോസിന് ഫോക്കസ് ചെയ്താണ് പോകുന്നത്. നമുക്ക് വെയിറ്റ് ലോസും അതുപോലെ തന്നെ ഇഞ്ചസ് ലോസും ഉണ്ടാവും. ഒരു മാസം കൊണ്ട് ചിലപ്പോൾ ഒരാൾക്ക് കുറയുന്നത് 1 കിലോ ആയിരിക്കും. അതിനെ നിങ്ങൾ സന്തോഷത്തോടുകൂടി വരവേൽക്കുക. അതിനകത്ത് ബോഡിയിൽ വരുന്ന ചേഞ്ചസ്, ഞാനിപ്പം ഏകദേശം ഒരു വർഷമായിട്ട് ഞാൻ ആ ഒരു 68 എന്നുള്ള ആ ഒരു കണക്കിലാണ് നിൽക്കുന്നത്. പക്ഷേ എന്റെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് മാഷാ അല്ലാഹ് ഞാൻ അതിനെ നല്ല രീതിയിൽ തന്നെ കാണുന്നു. കാരണം എനിക്ക് വേണ്ടത് ആരെങ്കിലും കാണുമ്പോഴത്തേക്കും നീ ക്ഷീണിച്ചല്ലോ, എന്തിനാ ഇനി വെയിറ്റ് കുറയ്ക്കുന്നത്, ആ ഒരു ചോദ്യമാണ് ഞാൻ. അല്ലെ നിന്റെ വെയിറ്റ് എത്രയാണെന്ന് ഒരിക്കലും ആരും വന്ന് ചോദിക്കത്തില്ല. നമുക്ക് വേണ്ടത് നമുക്ക് നല്ല ഉറക്കം കിട്ടുക. ഒരു നല്ല വെയിറ്റ് ലോസിന്റെ ലക്ഷണം എന്ന് പറയുന്നത് നല്ല ഉറക്കം കിട്ടുക, നല്ല രീതിയിൽ പഴയ കാര്യങ്ങളെ പഴയതിന് ഉഷാറായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുക. ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. യെസ്, എന്ത് ചെയ്താലും ഉറക്കം കറക്റ്റ് അല്ലെങ്കിൽ എല്ലാം തീർന്നു. എന്റെ ഹസ്ബൻഡിന്റെ മെയിൻ ആയിട്ടുള്ള മിക്കവരും ചോദിക്കാറുണ്ട് വെയിറ്റ് കുറയ്ക്കാത്ത കാര്യം. അത് പുള്ളി പിന്നെ മെഡിസിൻ എടുക്കുന്നതാണ്, സ്റ്റീറോയിഡ് മെഡിസിൻ എടുക്കുന്നതാണ്. അതിൻ്റെതായ ഉറക്കക്കുറവുകളുണ്ട്. അപ്പം അതിനെ നമ്മൾ ആ ഒരു രീതിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ ഡിപ്രഷന്റെ മെഡിസിൻ എടുക്കുന്നവർ, അവരൊക്കെ നമുക്ക് ഉറക്കം കറക്റ്റ് ആയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു 50% കാര്യങ്ങൾ റെഡിയാവും. അപ്പൊ 75 ഹാർട്ട് ചലഞ്ച് നമ്മൾ ഇതോടുകൂടി നിർത്തി നമ്മളൊരു 30 ഡേയ്സ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ 30 ഡേയ്സ് ചലഞ്ചിലേക്ക് പോകുകയാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് അതിന്റെ ഡേറ്റും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാം. അപ്പം എന്തായാലും ഞാൻ ഇന്ന് തുടങ്ങാനാണ് വിചാരിച്ചത്. ഒന്നില്ലെങ്കിൽ ബുധനാഴ്ചയോ അല്ലെങ്കിൽ ഒരു ഫ്രൈഡേ ഒക്കെ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ വീഡിയോസിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ